വിവാഹം കഴിഞ്ഞ 20 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തതിന്റെ പേരിൽ 42-കാരിയെ ഭർത്തൃവീട്ടുകാർ ചാണകം കൂട്ടിയിട്ട് കത്തിച്ചു. രാജസ്ഥാനിലെ ദീഗ് ജില്ലയിലാണ് സംഭവം നടന്നത്. സരളാദേവി എന്ന 42-കാരിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകം മറച്ചുവെക്കാനും അത് യാദൃച്ഛികമാണെന്ന് വരുത്തി തീർക്കാനും കുടുംബം ശ്രമിക്കുകയും ചെയ്തു. വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചുവെന്നാണ് ഗ്രാമവാസികളോട് ഭർത്തൃവീട്ടുകാർ പറഞ്ഞത്. എന്നാൽ സംശയം തോന്നിയ ഗ്രാമനിവാസികൾ സംസ്കാരം നടത്തുന്നതിന് മുൻപ് പോലീസിൽ വിവരമറിയിച്ചു. പാതി കത്തിക്കരിഞ്ഞ 42-കാരിയുടെ ശരീരം ദഹിപ്പിക്കാനുള്ള നീക്കം തടയാൻ ശ്രമിച്ച പോലീസുകാരെ യുവതിയുടെ ഭർത്തൃവീട്ടുകാർ മർദ്ദിക്കുകയും ചെയ്തു. കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഏറെക്കാലമായി സഹോദരി ഭർത്താവിന്റെ വീട്ടിൽ നിരന്തരമായി അപമാനിക്കപ്പെട്ടിരുന്നുവെന്നാണ് സരളാദേവിയുടെ സഹോദരൻ വിക്രാന്ത് പോലീസിൽ പരാതി നൽകിയത്. 2005-ലാണ് അശോകുമായി സരളാദേവിയുടെ വിവാഹം കഴിഞ്ഞത്. സരളാദേവിയുടെ ഭർത്താവ്, ഭർത്താവിന്റെ മാതാപിതാക്കൾ, സഹോദരി, സഹോദരിയുടെ ഭർത്താവ് എന്നിവർക്കെതിരെയാണ് വിക്രാന്ത് പോലീസിൽ പരാതി നൽകിയത്. സരളാദേവിയുടെ സംസ്കാര ചടങ്ങ് തടയാനായി എത്തിയ യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥരെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഉയർന്ന അധികാരികളും കൂടുതൽ പോലീസ് സേനയും സംഭവസ്ഥലത്തെത്തിയത്. ഇവർ സരളാദേവിയുടെ മൃതദേഹം ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും പിടിച്ചെടുത്ത് മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മൃതദേഹം സരളാദേവിയുടെ വീട്ടുകാർക്ക് വിട്ടു നൽകുകയും ചെയ്തു. പോലീസിനെ ആക്രമിച്ചതിനും യുവതിയുടെ ഭർത്തൃവീട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്.